ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് സാരി ഡ്രേപ്പിസ്റ്റ്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അണ്ടർ ഐ സർക്കിൾസ് അല്ലെങ്കിൽ മൗത്തിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റർ യൂസ് ചെയ്ത് തന്നെ ആകണം. കറക്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഓറഞ്ച് കളറുണ്ട്, പിന്നെ കുറച്ചുകൂടെ ലൈറ്റ് ഓറഞ്ച് ഉണ്ട്. ഇത് എന്താണ്, ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ഓറഞ്ച് കളറും, കുറച്ചൊരു ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളറുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിത് യൂസ് ചെയ്ത് കൺസീലർ ബ്രഷ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കണ്ണിൻ്റെ അടിയിൽ. അന്നേരം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ചില സമയത്ത് ഫൗണ്ടേഷൻ്റെ പുറത്തൂടെയും നമുക്ക് ഈ കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് നമ്മൾ നന്നായിട്ട് ഈ കറക്റ്റേഴ്സ് ഫിക്സ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ കറക്റ്റേഴ്സ് ഫിക്സ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? വളരെ മിനിമൽ ക്വാണ്ടിറ്റി നമ്മുടെ കൈയുടെ പുറത്തോ അല്ലെങ്കിൽ നമ്മളൊരു പ്ലേറ്റിലോ മിക്സിംഗ് പ്ലേറ്റിലോ വെച്ചിട്ട് ഒരു കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് മാത്രം അപ്ലൈ ചെയ്യുക. എന്നിട്ടും അത് നമ്മുടെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അത് അവിടെ നിന്ന് മാറുന്നു എന്ന് തോന്നുന്നെങ്കിൽ അതിനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത് ഈ ലൂസ് പൗഡർ കാണുമല്ലോ, അപ്പം നമ്മൾ ഈ കറക്റ്റർ ഉപയോഗിച്ച അതേ സ്ഥലത്ത് ഈ പറയുന്ന ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അടിയിൽ ഉപയോഗിച്ചേക്കുന്ന കറക്റ്റർ ആ ഒരു പ്ലേസിൽ തന്നെ ഇരിക്കും. അത് ഒരിക്കലും അത് അവിടെ നിന്ന് മൂവ് ആകില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്യുമ്പം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ ഒരു ട്രിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ. മറക്കാതെ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.